ഗൈസ് വീട്ടിൽ തേക്കാൻ വേണ്ടി കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുങ്ങി സെറ്റപ്പ് ആക്കാൻ വേണ്ടി വേറെ കസിൻ്റെ വീട്ടിൽ നിന്ന് വന്നാണ്. പക്ഷെ എല്ലാവരും അവിടെ ഇറങ്ങിയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ലെറ്റ്സ് അയ്യോ സീനാണ്. അങ്ങനത്തെ ഒരു ബ്ലോഗാണത്. ഹറിബറി ഓടിച്ചാടൽ ഇപ്പം തേക്കാനും കറണ്ടൊന്നും ഇല്ലാത്തത് ആകെ സീനാണ്. അപ്പോൾ ഓക്കെ ബൈ. അവിടെ ഇവിടെയൊക്കെ നമുക്ക് ബ്ലോഗിൽ കാണാം. ഓക്കെ വെൽക്കം ടു നബുവിൻ്റെ വെഡിങ് ബ്ലോഗ്. ഓക്കെ ബൈ. നോ ബൈ, വെൽക്കം. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളെ കൂട്ടാതെ ഓല് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയം തപ്പി പൊക്കോണ്ടിരിക്കുകയാണ് അവസ്ഥ. നിൽക്കാനാമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. മഹർ വേറെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിൽക്കാൻ ജോലി പോരും നമ്മളില്ലെങ്കിലും അതപ്പോൾ ഉണ്ടാവാം. നിങ്ങൾ വേഗം ചടപട നിൽക്കാറ്. അതാണ് ഇന്നത്തെ നിൽക്കാറ്. ക്യാമറ ആണോ? നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആക്ച്വലി. فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാസർക്കയുടെ മകൾ ഹദിയ ദീനിയായ ചുറ്റുപാടിൽ വളർന്ന് വരികയാണ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരും അതേപോലെയാണ്, ദീനിയായ ചുറ്റുപാടിൽ വളർന്നവരാണ്. പ്രത്യേകമായ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة وعلى آله وأصحابه أجمعين. എൻ്റെ മകൾ ആദിയ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു നൽകിയിരിക്കുന്നു. ഈ സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് താങ്കളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു നൽകിയത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഒന്ന് നിങ്ങൾ പരസ്പരം നോക്കോ, ഫേസിലേക്ക് ക്യാമറ നോക്കണ്ട. നിക്കാഹ് ഉണ്ട്, ചെക്കൻ അവിടെ ഉണ്ട്. നമുക്ക് ഒന്ന് മിനിക്ക് വേണ്ടി എടുക്കട്ടെ. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഓനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഒന്ന് മിനിക്ക് വേണ്ടി എടുക്കട്ടെ. ന്യൂ ജോയിനറാണ്. ഗ്രൂമിനെ റെഡിയാക്കാണ്. നമുക്ക് ഗ്രൂമിനൊന്നും റെഡിയാക്കൽ ടൈം അപ്പം കിട്ടിയില്ല. മെയിൻ മേക്കപ്പ്മാന് തേക്കാൻ പോലും നേരം കിട്ടിയില്ല. എന്നിട്ടാണ് ഇവനൊക്കെ ആദ്യം മാറ്റിച്ചേ മാറ്റി കൊടുത്തത്. ഡ്രസ് മാറുന്നു ആൾക്കാർ കണ്ടോ, ആൾക്കാർ ഇതിൽ നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ മാറ്റിയാണ്. പെണ്ണിവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്. ഗ്യാസ് മണവാളിന് ഒരുങ്ങണുള്ളൂ. അപ്പൊ സെക്കൻഡ് മണവാളൻ റെഡിയാണ് ഗൈസ്. ഓഫ് സ്റ്റേജ് കലാപരിപാടി. സാനോ ഒരു ചെറുതെടുക്കട്ടെ. കലാപരിപാടി എന്താ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ട്. जाड़ा जाड़ा हीरन तेनू छोड़ दिया, जाड़ा जाड़ा
ആയിരോളി എല്ലാരും ഉണ്ട്. 3, 2, 1. ഹാദിയ നൂന വെൽക്കം ടു ദ ഫാമിലി. എവിടെ ഓൾ കേൾക്കണം കൂടി ഇല്ല. തീർച്ചണ്ട കേട്ടോ, തീർച്ചണ്ടേ. അപ്പൊ ഇവിടുത്തെ പെണ്ണിന്റെ ഇവിടെ നിക്കാന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി നമ്മളെ വീട്ടിൽ പോകും. പിന്നെ അവിടെ ഈവനിങ് റിസപ്ഷൻസ് കല്യാണമൊക്കെ ചുരുക്കിയിട്ടുണ്ടല്ലോ നമ്മൾ അതേപോലെ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രം വന്നിട്ട് ചോറുന്ന, പിന്നെ നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക, ആ ഒരു രീതിയിലാണ്. എന്താ ഒരുമാതിരി. അപ്പൊ അങ്ങനെ പോവാണ്. നമ്മളിതാ പെണ്ണിനും ചെക്കനെയും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ ഉണ്ട്. ഔട്ട്ഡോർ ഷൂട്ട് എടുക്കണം, നമുക്ക് അടുത്ത ഡ്രസ്സ് ഒരുങ്ങണം. അതിന് നേരണ്ടോന്ന് അറിയില്ല. ഏതായാലും കിട്ടുന്ന പോലെയൊക്കെ നമ്മളങ്ങനെ ചെയ്തിങ്ങനെ കളറാക്കുന്നതായിരിക്കും. ഇവിടെ ആ മുന്നിലെ താറിലാണ് പോലെ വരുന്നത്. ഞങ്ങൾ കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാരും ഒച്ചയൊക്കെ പോയിക്കണ്. അടിപൊളിയാക്കും. To make a big difference. Motion sensor light to make the cabinets glow. A cute addition for the table, never goes out of style. പാലപ്പം അതാ എന്താ സാബറേ, ഇങ്ങനൊക്കെ തിന്നാൻ പറ്റുമോ? ഇങ്ങനെ തിന്നാ പ്രേക്ഷകർക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. ഒരു മോളെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം എങ്ങനെ ഫുഡ് കഴിക്കാന്ന് കാണിച്ചു കൊടുത്ത്. പുതിനിന്റെ കൂടെ ഇഞ്ചോടിഞ്ച പാരട്ട ഇനാശൊക്കെ കണ്ട് നെറ്റിപ്പാട്ടൊക്കെ ഇട്ട് അത് അടുത്ത പുതിയ ഇതെന്താ പൂരത്തിന് ഒഴിക്കാന്റെ ഇതാ ഇഷ്യൂ. ഇതാ ഇന്നലത്തെ വെയിറ്റ്ലസ് അല്ലേ ആരപ്പ ഇത് ഇപ്പൊ നോക്കുന്നത് എനിക്കൊരു നാണം. ഓക്കെ 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 തിന്നോ. കല്യാണ വൈബ് ഇതോടുകൂടി നമ്മൾ അവസാനിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ക്ലിപ്സ് നമ്മൾ ആടാക്കാം. ജുനു ചോറുന്നോ? അടുത്തൊന്നല്ല അല്ല അങ്ങോട്ട് നോക്കി. അല്ല എത്ര വിളിച്ചേറെ ഫുഡ് ഞങ്ങള് ബഫേടാറപ്പളേ ബഫേടാറ പോന്നേക്കാ. ഞാൻ തന്നെ പിന്നെ ഇങ്ങനെ ഒരു കോഴി എന്തൊക്കെ വിഭവങ്ങള് ബിരിയാണി, സുർബിയാന്, ചിക്കൻ ഫ്രൈ, പൊറാട്ട, പാലപ്പം, ചിക്കൻ കുറുമ, തൈര് കാര്യങ്ങളൊക്കെ. കലക്ക സമാവാത്തി വെക്കണോ? അപ്പൊ ഞാനെന്നാ ഒന്നും തുറങ്ങട്ടെ. എന്താ താങ്ക് യു.
എനിക്കൊരു ഇച്ചിരി ബീഫ് ബിരിയാണി കേട്ടോ. ഓക്കെ, കുറച്ച് ബീഫ് ഓൺ ദ സൈഡ്. ഇങ്ങനെ മന്തി ഈ സൈഡിൽ കേട്ടോ. ഇത് സുർബിയാനല്ലേ? ഓക്കെ, കുറച്ച് ചിക്കൻ പീസ് അധികം കേട്ടോ, മതി. പൊറോട്ട കേട്ടോ, അതിന് മുകളിൽ മാത്രം പറഞ്ഞത്. ഓക്കെ, കൂൾ. അതിൻ്റെ അപ്പുറത്തെ തൈര് കേട്ടോ. അപ്പോൾ ഓക്കെ, സെറ്റ് ഫസ്റ്റതായി. കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പ ഇതാണ്. ഇതിലൊക്കെ കിടക്കാണ്. അങ്ങനെ ഫുഡ് ഇത് ക്രിസ്മസ് ഓണം ഒരുമിച്ച് വന്നതാ. എന്തൊക്കെയുണ്ട് ഫുഡ്? അല്ല, എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ അടുത്തേക്ക് ഞാൻ കടന്നുണ്ട്. ഈ പച്ചി മുന്നത്തെ വെള്ളയും രണ്ടാമത്തെ പ്രാവശ്യമാണ്. സപ്പോ രണ്ടാമട്ടാണ് ചെയ്യ് കൂടിയാലോ അവരെ മിസ്ബേ ഡോക്ടറാണ് പോലും. ഇവരൊക്കെ ഒന്നാം ട്രിപ്പാണ്. പക്ഷെ ഇവ രണ്ടാൾക്കാരുണ്ടല്ലോ രണ്ടാമത്തെ ട്രിപ്പാണ്. ചോറ് നേരത്തെ അപ്പൊ നമ്മള് കല്യാണത്തിന് അന്ന് ചെറിയൊരു സർപ്രൈസ് അങ്ങനെയല്ല, നമ്മള് മണിയർ ഒരുക്കുക മീൻസ് കാറിന്റെ ബൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് റോസൊക്കെ അല്ലേ, അപ്പോൾ അതിന്റെ പെറ്റൽസ് ചെറുതായിട്ട് നമ്മൾ അലങ്കരിക്കുക. നമ്മളിപ്പോൾ ഇത്രയും ക്രൂ ആണല്ലോ, ഇതിലുണ്ട് പിന്നെ ഞാനുണ്ട്. അപ്പോൾ ഇത്രയും ക്രൂ ആണുള്ളത് ഇപ്പോൾ നിലവിൽ. അപ്പോൾ നമ്മളൊന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ചെക്കനൊന്ന് ഹാപ്പി ആക്കുക, അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പോൾ ലെറ്റ്സ് ഗോ. കൂടി കല്യാണമൊക്കെ തോന്നുന്നുണ്ട്, കല്യാണം കണ്ടിട്ടോ അപ്പോഴൊന്നും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇൻറ്റു പെറ്റൽസ് ആക്കണം. വണ്ടി വെച്ചതാണ്, ഒരു വെള്ളമാണ്. അപ്പോൾ ബാത്റൂമിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. അതാണ് നമ്മളിപ്പോഴത്തെ ടാസ്ക്. അതാവോ ഇല്ലയെന്ന് നമുക്കല്ല, പ്രാവർത്തികമാക്കാം മാക്സിമം. ഫാൻഡിൽ കേട്ടോ, വണ്ടി ചെന്നാണ്ട് ഒക്കെ പഠിക്കുമ്പോൾ ഓണട്ടൊക്കെ നമുക്ക് ശീലമുണ്ട്. ഇപ്പം മണിയർ ഒരുക്കുക, ഇന്റെ മണിയർ പോലും ഞാൻ ഒരുക്കിയില്ല ഗൈസ്. ഇവിടെ ഒരുക്കിയിട്ട് നിൽക്കാനുണ്ടോന്നു അതല്ലേ പറഞ്ഞത് ഗൈസ്. അപ്പം ഇതെന്താ മാക്സിമം പുറത്തൊക്കെ അപ്പൊ ഉള്ളിൽ കിട്ടാൻ മതി. ഇതിൽ നടുവില് 5 ദിവസം വരണം. റോസ് വേണേ, 2 റോസ് ഇപ്പൊ വേണം അവിടെ വെറുതെ വെക്കാന്. വലുതായിക്കോട്ടെ. നമ്മള് മണിയർ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോളി, ചെക്കന്ന് റൊമാൻറ്റിക് ആവട്ടെന്ന്. ഒരു ലവ് ചിഹ്നം, 2 റോസാപ്പൂ, നബ്ഹാൻ ആൻഡ് ഹാദിയ. അങ്ങനെ NH നാഷണൽ ഹൈവേ ആണത്. NH crew behind this decor, it's me, Malham, Sabi and Nahli. So ഞങ്ങൾ 3 ആൾക്കാരാണ്. അപ്പൊ കഴിച്ച് നമ്മൾ ഇതാക്കുന്ന റൂമൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ചക്കന്ന് റൊമാൻറ്റിക് ആട്ടോ, റൊമാൻറ്റിക് മൂഡ്. ഇത് അവിടെയൊക്കെ റോസ് പെറ്റൽസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഗതി ഇതാണ്, സെറ്റപ്പാണ്. സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എടാ ഇനി ഇതെന്താ ചെയ്യാ? ക്ലോസറ്റല്ലോ അതേതായാലും വെറൈറ്റി. ബാത്റൂം അലങ്കരിച്ചില്ലെന്ന് വേണ്ട, ക്ലോസറ്റ് മുകളിൽ വെച്ചണം. ബാത്റൂമിൽ ഒരു ഭംഗിയായിക്കോട്ടെ, ഒരു കാട്ടിൽ സാധിക്കുന്ന ഒരു ഫീൽ ഇട്ടിക്കോളെ ഏതായാലും. അപ്പൊ അങ്ങനെ 3 ആൾക്കാർ എല്ലാ പരിപാടിയും കഴിച്ച് വലിയ ജിത്തു ഇതില്ല ഒരു ക്രൂ, നമ്മൾ 3 ആൾക്കാരാണ്. ഇതാ അപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ചെക്കൻ മണി അറിവ് പൊളിച്ചടിക്കട്ടെ. അതെ, അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങാണ്. റൂമിൽ ലോക്ക് ചെയ്തിട്ട് നമ്മൾ പോകും താഴത്തേക്ക്. ലെറ്റ്സ് ഗോ ഗൈസ്.
ഗൈസ് അപ്പൊ ഇനി പെണ്ണിന് ചെക്കനെ പാട്ടാവും പക്ഷെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിട്ട് ആ അപ്പൊ നമ്മള് പാട്ട് കേൾക്കാം പക്ഷെ മറ്റേ ആംഗിളിലേക്കാണ് എടുക്കാം.
ഇത്തോ ഞാൻ പറയാം. ഓക്കെ കാണിച്ച മണിയറയിൽ എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണിവാട്ടിന് രോമാഞ്ചം എന്തൊരാഹ്ലാദം എന്തൊരാവേശം മണവാട്ടിന് രോമാഞ്ചം വിധാനിച്ച മണിയറയിൽ കുമാരനും സുദിനമിതി ഈ അസുരവസുര വിതകൾ വിരിയിൽ എങ്ങണ്ടേ പിന്നെ ഇത് കാണുന്നത്